ഐക്യ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പോപ്സ് എസ്റ്റേറ്റ് വക വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ ഡിവിഷൻ ഓഫീസിൽ പഠിക്കൽ തൊഴിലാളികൾ ധർണാ സമരം നടത്തി. കഴിഞ്ഞ 3 മാസക്കാലമായി ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ധർണാ സമരം നടത്തിയത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. പോപ്സ് കമ്പനി വക വണ്ടിപ്പെരിയാറിലെ 7 എസ്റ്റേറ്റുകളിലെ തൊഴിലാളികൾക്കും സ്റ്റാഫുകൾക്കും ദിവസവേതനക്കാർക്കും ശമ്പളം നൽകിയിട്ട് 3 മാസം പിന്നിടുകയാണ്. ഇതിൽ 1 മാസത്തെ ശമ്പളം മാത്രമാണ് തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ സ്റ്റാഫുകൾക്കും ദിവസവേതനക്കാർക്കും ശമ്പളം ലഭിച്ചിട്ടുമില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പോപ്സ് എസ്റ്റേറ്റ് വക വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ ഡിവിഷൻ ഓഫീസ് പഠിക്കൽ ഐക്യ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. നിനക്കെതിരായി സമരം, പോപ്സിന്റെ മാനേജ്മെന്റ്. கடந்த இப்போ 3வது மாதம் சம்பளம் ஆயிடுச்சு. 2 மாதம் எங்களுக்கு வேலை செய்து சம்பளம் இல்லாமல் நாங்கள் ஐக்கிய போராட்டமாயிட்டு நடத்திக்கிட்டு இருக்கிறோம். பிள்ளைகள் படிக்கிறவங்களுக்கெல்லாம் வண்டிக்கூலி போலும் இல்லாமல் ரொம்ப கஷ்டத்தில் இருக்கோம். வீடுகள் ரிப்பேரிங் செய்கிறதில்ல. அதுபோல் மற்றுள்ள ஆணுகூலியங்கள் எங்களுக்கு 2 வருஷமாக சரியாக உள்ள ஆணுகூலியங்கள் இன்னும் தர வேண்டி இருக்குது. அதனால் நாங்கள் ஐக்கிய போராட்டமாக செய்துக்கிட்டு இருக்கிறோம். പോപ്സ് എസ്റ്റേറ്റ് തേങ്ങാക്കൽ ഡിവിഷനിലെ സൂപ്പർവൈസർമാർ, ഫാക്ടറി വർക്കർമാർ, ഫീൽഡ് വർക്കർമാർ എന്നിവരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഐക്യ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. ഇതോടൊപ്പമാണ് വണ്ടിപ്പെരിയാർ പോപ്സ് കമ്പനിയുടെ നെല്ലിമല എസ്റ്റേറ്റിലും തൊഴിലാളികൾ സമരരംഗത്ത് ഇറങ്ങിയത്. 3 മാസമായി ശമ്പളം ലഭിക്കാത്തതിൽ പട്ടിണിയും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതിനും ബുദ്ധിമുട്ട് നേരിടുകയാണെന്നും തൊഴിലാളികൾ പറഞ്ഞു. ഇനിയും ശമ്പളം ലഭിക്കാത്ത പക്ഷം തൊഴിലാളികൾ പണിമുടക്കി ശക്തമായ സമര പരിപാടികളുമായി മുൻപോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.